Hi students, welcome to QA Focus. ഇന്ന് നമ്മൾ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും ഒക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പെട്ടെന്നൊരു ക്വിക്ക് റിവിഷൻ ആകും. ഇനി ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വരുന്ന ക്വസ്റ്റ്യൻസുമാണ്, പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം H2O2. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇലസ്ട്രേറ്റഡ് ഹിയർ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ലോ ഏതാണെന്ന് എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ലോയും കൂടി എഴുതാനായിട്ട് ചോദിക്കാം. സ്റ്റേറ്റ് ദി എബോ ലോ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ ലോ പറഞ്ഞിരിക്കുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ അതെന്താണെന്ന് കൂടി ഒന്ന് പഠിച്ചിട്ടേക്കണം. ഇവിടെ ഇപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ലോ എന്താണെന്ന് നെയിം ചെയ്താൽ മാത്രം മതി. പക്ഷേ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലോ എന്താണെന്നും കൂടി നമുക്ക് എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അതൊന്ന് പഠിച്ചു പോകാം. നോക്കിയേ, വെൻ 2 elements A ആൻഡ് B, എയും ബിയും 2 എലമെൻറ്റ്സ് form more than one compounds, then mass of B that combines with mass of A is in whole number ratio. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 എലമെൻറ്റ്സ് എയും ബിയും അവ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, മോർ ദാൻ 1 കോമ്പൗണ്ട്, ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ബി എലമെൻറ്റ് എയുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ബി എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴെന്തായിരിക്കും? ഒരു ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഒരു പൂർണ്ണസംഖ്യയുടെ റേഷ്യോയിലായിരിക്കും എപ്പോഴും വരുന്നത്. അതായത് എയും ബിയും കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ബിയുടെയും എയുടെയും മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ലോയും കൂടി പഠിച്ചിട്ടോണം. ലോയും ഇതും കൂടി ചേർത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഇതിനകത്ത് നിന്ന് ഉറപ്പാക്കാനായിട്ട് പറ്റും. ഇനി ഈ ലോ ഓൾറെഡി വേറെ ഏതെങ്കിലും രീതി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് തന്നെ മതി കേട്ടോ. അത് തന്നെ ഒന്ന് റീക്യാപ്പ് ചെയ്താൽ മതി. ഒട്ടും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് 2 elements A and B ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എയുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന മാസ്, അതായത് എ എലമെൻറ്റിൻ്റെ മാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ബി എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് അവ തമ്മിൽ ഒരു ഹോൾ നമ്പർ റേഷ്യോയിൽ ആയിരിക്കും. ഓക്കെ, ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യയുടെ അനുപാതത്തിലായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. CH4 plus 2O2 gives CO2 plus 2H2O. Calculate the amount of water formed by the combustion of 32 gram of CH4. നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ റിയാക്ഷനകത്ത് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര വാട്ടർ ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പം 32 gram of CH4 കമ്പസ്റ്റൻ നടക്കുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന്
എത്ര എമൗണ്ട് വാട്ടർ ഫോം ചെയ്യുമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ. നോക്കാം. പ്രോബ്ലം എന്ന് കാണുമ്പോഴേ മടി വിചാരിക്കരുത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഇവിടെ CH4 അല്ലേ, CH4 എന്ന് പറയുമ്പം കാർബൺ 12 അല്ലേ, ഹൈഡ്രജൻ്റെ 4 എണ്ണം ഉണ്ട്, അപ്പം 4, ടോട്ടൽ എന്ത് വരും? 16 ഗ്രാം അല്ലേ. അതുപോലെ തന്നെ അവിടെ അടുത്ത് തന്നിരിക്കുന്നത് ആരാ? CO2 ആൻഡ് വാട്ടർ അല്ലേ. ഇനി വാട്ടർ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് 2H2O ആണ്. 2H2O നമുക്കറിയാം, ഹൈഡ്രജൻ്റെ 2 മാസ്, ഇതിൻ്റെ 16, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും അല്ലേ. അങ്ങനത്തെ എത്രയുണ്ട്? 2 എണ്ണം ഉണ്ടല്ലേ. 2 എണ്ണം എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 എത്ര വരും? 36 ഗ്രാം. അപ്പോൾ മാസ് ഓഫ് CH4 എന്ന് പറയുന്നത് 16 ഗ്രാമും മാസ് ഓഫ് 2H2O എന്ന് പറയുന്നത് 36 ഗ്രാമുമാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് 16 ഗ്രാം ഓഫ് CH4, 16 gram of CH4 gives 36 gram of water. Okay, 16 gram of CH4 gives 36 gram of water. അങ്ങനെയാണെങ്കിൽ 1 gram CH4 എത്ര വാട്ടർ തരും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 36 by 16 ഗ്രാം ഓഫ് വാട്ടർ ആയിരിക്കും. ഇതിൻ്റെ മാസ് എത്രയാണോ അതുകൊണ്ടൊന്ന് ഇവിടെ ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്നത് എത്രയാണോ അത് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പം 1 ഗ്രാം ഇത്ര തരുമെങ്കിൽ 36 by 16 തരുമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് 32 ഗ്രാം ഓഫ് CH4 എന്നാണ്. പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. 32 ഗ്രാം ഓഫ് CH4 gives 1 ഗ്രാം തരുന്നത് 36 by 16 ആണ്. അപ്പോൾ 32 ഗ്രാമിൻ്റെ കിട്ടാൻ എന്ത് ചെയ്യണം? 1 ഗ്രാം തരുന്നത് ഇൻറ്റു 32, 72 ഗ്രാം. കണ്ടോ, സിമ്പിളായിട്ട് ചെയ്തു. 16 ഗ്രാം 36 തരും. അപ്പം 1 ഗ്രാം എത്ര തരുമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 1 ഗ്രാമിൻ്റെ എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിനിൽ എത്രയാണോ തന്നിരിക്കുന്നത് ആ മാസിനെ ഇത് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. വാട്ട് ഈസ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ്? എന്താണ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ കാർബണേ? നമുക്കിവിടെ ആദ്യം ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. പാർഷ്യലി deactivated പാലഡൈസ്ഡ് ചാർക്കോൾ. പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പാലഡൈസ്ഡ് ചാർക്കോളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പഠിച്ചിട്ടോണം, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് സാധാരണ ചോദിക്കാറുള്ളതാണ്. അടുത്തത് സ്റ്റേറ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബണിനകത്ത് എന്ത് ഹൈബ്രിഡൈസേഷനിലാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. sp3 ഹൈബ്രിഡൈസേഷൻ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമുക്ക് ഇവിടുന്ന് ഒരു 2 മാർക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇങ്ങനെ വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് പഠിച്ചിട്ടോണം. ഇതൊക്കെ നമ്മുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്, ഗ്രേഡ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ, ഒന്നും പഠിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല, ഉദ്ദേശിച്ച ലെവൽ വരെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് ഉറപ്പിക്കാനും
പ്ലസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ വൺ വേർഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ചെയ്യരുത്, അതെല്ലാം പഠിച്ചു പോയിക്കോണം. Next question. Zinc plus 2HCl gives zinc chloride plus H2. Identify the oxidizing and reducing agent in the above reaction. ഈ റിയാക്ഷനകത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. പ്ലസ് 2HCl gives ZnCl2 plus H2. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സിങ്ക് ഇവിടെ വരുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്, സിങ്ക് 2+ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അതായത് കൂടുതൽ പോസിറ്റീവായിട്ട് മാറുകയാണ്. കൂടുതൽ പോസിറ്റീവായിട്ട് മാറുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന എന്തായിരിക്കും, ഓക്സിഡേഷൻ. അതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇവിടെ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതേസമയം ഇവിടെ വരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നുണ്ട്, ന്യൂട്രൽ അല്ലേ, 0 ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ മോർ നെഗറ്റീവ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. മോർ നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. അതായത് HCl ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റും സിങ്ക് റെഡ്യൂസിങ് ഏജൻറ്റുമാണ്. സിങ്ക് റെഡ്യൂസിങ് ഏജൻറ്റും HCl ഓക്സിഡൈസിങ് ഏജൻറ്റുമാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നോക്കിയിട്ടോണം. ഈ ടൈപ്പ് ചോദിക്കാറുള്ളതാണ്. ഇവിടെ നമുക്കൊരു 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റം ഇൻ ദി എലമെൻ്ററി ഫോം. എലമെൻ്ററി ഫോമിൽ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലമെൻ്ററി ഫോമിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. 0. അടുത്ത് നോക്കി അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേട്ടോ, നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളേ. H2S plus Cl2 gives 2HCl plus S. Justify that the above reaction is a redox reaction. ഈ തന്നിരിക്കുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻ മീൻസ് ബോത്ത് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ. ഓക്കെ, നമുക്കതൊന്ന് നോക്കിയേക്കാം. H2S plus Cl2 2HCl plus സൾഫർ അല്ലേ, എസ്. ഇവിടെ നോക്കി, ഇവിടെ എസ് എന്ന് പറയുന്നത് 2- ആണ്. അതെന്തായിട്ട് മാറുന്നു, എസ് ആയിട്ട് അല്ലേ, സൾഫർ. ഇവിടെ മോർ പോസിറ്റീവ് അല്ലേ, ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ, സൾഫറിന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ Cl2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്, മൈനസ് ചാർജ് വരുന്നുണ്ട് അല്ലേ. Cl മൈനസ് സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അതായത് മോർ നെഗറ്റീവിലേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. നമുക്കിതിന് എന്തെന്ന് പറയാം, റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാം. റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാം. പെട്ടെന്ന് ഓർത്തിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് അത് ഓർത്തിരിക്കാൻ പറ്റും. റിഡോക്സ് റിയാക്ഷൻ. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, എന്നാൽ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവിടെ റെഡ്യൂസിങ് ഏജന്റും ഓക്സിഡൈസിങ് ഏജന്റും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് ചെയ്തേനെ, ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് സൾഫറിനാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്, H2S ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതുപോലെ റിഡക്ഷൻ നടക്കുന്നത് ക്ലോറിനാണ് അല്ലേ.
ക്ലോറിൻ ഇവിടുത്തെ ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റ്. ഇതേപോലത്തെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കിയിട്ടോണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒട്ടുമുക്കാലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുകൊണ്ട് നോക്കിയിട്ടേക്കണം, പഠിക്കാൻ മറന്നു പോരുത് കേട്ടോ. അടുത്തതോ, റൈറ്റ് ദി ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ്. ആസിഡ് ബേസ് കോൺസെപ്റ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ? ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ, ഇവിടെ ഏറ്റവും സിമ്പിളാണ്, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. ഇവിടെ പറയുന്നത് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ആരാണോ അത് ആസിഡ്സ് ആയിരിക്കും. ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡോണേഴ്സ് ആണ്. പ്രോട്ടോൺ ഡോണേഴ്സ് ആണ് ആര്? ആസിഡ്സ്. ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്. ഇനി അങ്ങനെയാണെങ്കിൽ ബേസ് ആരായിരിക്കും? ഈ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. H+നെ കൊടുക്കുന്നത് ആരാണോ അത് ആസിഡ് ആയിരിക്കും. H+നെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണോ അത് ബേസ് ആയിരിക്കും. ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. Plus H2O gives NH4 plus OH minus. ഇവിടെ നോക്കിയേ, ഈ NH3 ഇതിൻ്റെ അകത്തുനിന്നുള്ളൊരു ഹൈഡ്രജനെയും കൂടി ഇങ്ങോട്ടേക്ക് എടുത്തു. എന്നിട്ട് എന്തായിട്ട് മാറി? NH4 പ്ലസ് ആയിട്ട് മാറി. ഇതിനകത്തുനിന്ന് ഒരു H+നെ ഇങ്ങോട്ടേക്ക് എടുത്തു. ബാക്കി ഇനി ഇവിടെ വരുന്ന ആരാ? ഓയും എച്ചും. ഓയും എച്ചും കൂടി OH മൈനസ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ H+നെ സ്വീകരിക്കുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത് NH3 ആണ്. അതുകൊണ്ട് ഇവിടെ NH3 ആരായിരിക്കും? NH3 ബേസ് ആണ്. ഇനി ഇവിടെ കൊടുത്തത് ആരാണ്? കൊടുക്കുന്നത് വാട്ടർ ആണ്. അതുകൊണ്ട് വാട്ടർ ഇവിടുത്തെ ആരാ? ആസിഡ്. ക്ലിയർ? ഡിഫൈൻ pH. pH എന്താണ് ഡിഫൈൻ ചെയ്യാനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ന്യൂമറിക്കൽ പ്രോബ്ലവും ചോദിച്ചിട്ടുണ്ട്. pH എന്ന് പറയുന്നത് pH is negative log of H plus ion concentration. pH is defined as the negative logarithm of hydrogen ion concentration in moles per liter. In moles per liter. അതായത് pH equal to negative log of H plus ion concentration. Negative log of H plus ion concentration. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ pH ഓഫ് 1 × 10⁻² മോളാർ aqueous സൊല്യൂഷൻ ഓഫ് H2SO4. H2SO4ൻ്റെ pH ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 × 10⁻² മോളാർ aqueous സൊല്യൂഷൻ ആണ്. നമുക്കറിയാം pH ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗ് ഓഫ് H plus ion concentration ആണ്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 1 × 10⁻² ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈക്വൽ ടു മൈനസ് സൈൻ ഉണ്ട്, -2 അല്ലേ? ഈ -2 കൊണ്ട് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു ലോഗ് 1 × 10 അല്ലേ? 10.
ദാറ്റ് ഈക്വൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും, +2 ഇൻറ്റു ലോഗ് 10 ഈസ് 1 ദാറ്റ് ഈക്വൽ ടു 2. pH ഫൈൻഡ് ഔട്ട് ചെയ്തു. കണ്ടോ, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. pH ഡിഫൈൻ ചെയ്യാനും പ്ലസ് ഈ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നതിന് 1 മാർക്ക്, ഇതുപോലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് 1 മാർക്ക്. 1 + 1 2 മാർക്ക് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ലോഗ് ഓഫ് 1 × 10⁻² ആണ്. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അത് ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറി, ദെൻ ലോഗ് 10. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the solubility of MgOH twice at 298 Kelvin is 1.5 × 10⁻⁻4. Calculate the solubility product. സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിയേ. OH twice at 298 Kelvin is 1.5 × 10⁻⁻4. Calculate the solubility product. സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. OH twice ആണ് അല്ലേ, Mg2 plus OH minus 2OH minus, കറക്റ്റ് അല്ലേ? Mg then OH twice 2OH minus. ഇനി ഇതിൻ്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ എസ് ഇതും ഇത് 2 ടൈംസ് ആണ് അല്ലേ, 2 × S ആണ്. ഇനി ഇതിൻ്റെ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, Mg2 plus concentration of Mg2 plus into minus, ഇത് 2 ടൈംസ് ഉണ്ടല്ലേ, അപ്പോൾ ഇതിനെ നമുക്ക് പവർ ആക്കി എഴുതണം, ഹോൾ റൈസ് ടു 2. ഇനി ഇതിൻ്റെ സൊല്യൂബിലിറ്റി S അല്ലേ, 1 ടൈംസ് ആണ്. ഇതിൻ്റെ എന്ന് പറയുന്നത് 2S ആണ്, അതിൻ്റെ പവർ സ്ക്വയർ ആണ് അല്ലേ, 2 ആണ്. എന്ന് വെച്ചാൽ S × 4S² എന്ന് വരും, ദാറ്റ് ഈസ് 4S³ എന്ന് വരും. ഇനി നമുക്കിവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. 4 × S വാല്യൂ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് 1.5 × 10⁻⁻4 ആണ്. ഹോൾ ക്യൂബ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്നത് 1.35 × 10⁻⁻11 സംതിങ് ആണ്. ഒന്ന് നോക്കിയേക്കണം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. 4 × 1.5 × 10⁻⁻4 ദ ഹോൾ ക്യൂബ്. ഇവിടെ 2OH മൈനസ് ആണ്, അത് നമ്മളിവിടെ പവർ ആക്കിയാണ് എഴുതുന്നത്. അപ്പോൾ 2 ടൈംസ് സൊല്യൂബിലിറ്റി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ വരുന്നത് 4S³ ആണ്. 4 × സൊല്യൂബിലിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, a given compound always contains exactly the same proportion of elements by weight. Name the above law. ഈ ലോ ഏതാണെന്ന് നെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യാനും കൂടി പഠിച്ചിട്ടോണം. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. അതായത് ഒരേ കോമ്പൗണ്ടിൽ അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ വെയ്റ്റുകൾ എല്ലാം എപ്പോഴും ഒരേ അനുപാതത്തിലായിരിക്കും. ലോ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ തിരിച്ച് ലോ ആയിരിക്കും എഴുതാൻ ചോദിക്കുന്നത്. ലോ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിനകത്തൊക്കെ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഗ്രാം നൈട്രജനകത്ത് എത്ര, 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര. അപ്പം ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ ഗ്രാം. Number of molecules per gram equal to Na by molecular mass. Na by molecular mass. ഇവിടെ Na ആരാ? Na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറാണ്. അവഗാഡ്രോ നമ്പർ എത്രയായിരുന്നു? റീക്യാപ്പ് ചെയ്ത് നോക്കിക്കേ. 10⁻23. ഇനി നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. മോളിക്കുലാർ മാസ് അല്ലേ? ഓക്കെ, മോളിക്കുലാർ മാസ് ആദ്യം നമുക്ക് നൈട്രജൻ്റെ നോക്കാം. നൈട്രജൻ എന്ന് പറയുന്നത് Nൻ്റെത് 14 ആണ് അല്ലേ? അപ്പോൾ N2ൻ്റെ എത്രയായിരിക്കും? 2 × 14 28. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ഗ്രാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? മോളിക്യൂൾസ് ഇൻ 1 ഗ്രാം N2 എന്ന് പറയുന്നതോ 6.02 × 10⁻23 divided by 28. ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 0.215 × 10⁻23 ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് ആരുടെയും കൂടി കിട്ടണം? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. കാർബണിൻ്റെ 12 ആണ്, ഓക്സിജൻ്റെ 16 ആണ്, ഇൻറ്റു 2. കാര്യം എന്താ? O2 ആണല്ലേ? 12 + 32 44. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ ഗ്രാം ഓഫ് CO2 അല്ലേ? പെർ ഗ്രാം ഓഫ് CO2 എന്ന് പറയുന്നത് Na എന്ന് പറയുന്നത് 6.02 × 10⁻23 divided by 44. 44 എന്ന് പറയുന്നത് മോളിക്കുലർ മാസാണ് അല്ലേ? Na by മോളിക്കുലർ മാസാണ് നമ്മുടെ ഇക്വേഷൻ. നോക്കിക്കേ, Na by മോളിക്കുലർ മാസ്. Na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറാണ്, മോളിക്കുലർ മാസ് 44 ആണ്. ഇതിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.136 × 10⁻23 ആണ്. ന്യൂമറിക്കൽസ് അവോയ്ഡ് ചെയ്യരുതും. ഡബിൾ പാസ് ഒക്കെ ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ന്യൂമറിക്കൽസ് അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് അതുപോലെ താഴേക്ക് പോകും. അതുപോലെ A+ അല്ലെങ്കിൽ നല്ല ഗ്രേഡൊക്കെ കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെയാണ് സാധാരണ മാർക്ക് നമുക്ക് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോട്ടോൺ ഹാസ് മൊമെൻറ്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ഈസ് റിവീൽഡ് ഇൻ ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഏത് പ്രോപ്പർട്ടിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്? ഡ്യുവൽ നേച്ചർ ആണ് അല്ലേ? ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആണ്. അതായത് മാറ്ററിന് ഒരേ സമയം തന്നെ പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ഡ്യുവൽ നേച്ചർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്യുവൽ നേച്ചർ ആണ്. What is dual nature?
മാറ്റർ ഹാസ്, അല്ലെങ്കിൽ ഇവിടെ ഫോട്ടോൺ ആണല്ലേ. എന്തുണ്ട്? പാർട്ടിക്കിൾ നേച്ചർ ആസ് വെൽ as വേവ് നേച്ചർ. പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതുകൊണ്ടാണ് അതിന് എന്തുള്ളത്? മൊമെന്റം വരുന്നത് പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതുകൊണ്ടാണ്. വേവ് നേച്ചർ കൊണ്ടാണ് അതിന് വേവ് ലെന്ത് വരുന്നത്. വേവ് നേച്ചർ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A photon has a mass of 8.6 into 10 raised to minus 30 kilogram. Calculate the wavelength. Wavelength ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡി ബ്രോയി ഇക്വേഷൻ ആണിത്. ഡി ബ്രോയി ഇക്വേഷൻ വെച്ചിട്ട് വേവ്ലെന്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/p. പി എന്ന് പറയുന്ന ആരാ? മൊമെന്റോ ആണ് അല്ലേ, m ഇൻറ്റു വി ആണ്. h എന്ന് പറയുന്നത് പ്ലാങ്ക് കോൺസ്റ്റന്റ് ആണ്, 6.626 ഇൻറ്റു 10 raised to minus 34 ആണ്. ക്വസ്റ്റ്യനിൽ ഒട്ടുമുക്കാൽ ഇതിൻ്റെയൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ടാകും കേട്ടോ. മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8.6 ഇൻറ്റു 10 raised to minus 30 ആണെന്ന്. ഇനി ഫോട്ടോണിൻ്റെ വെലോസിറ്റി എത്രയാ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. 3 ഇൻറ്റു 10 raised to 8 ആണ്. വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2568 ഇൻറ്റു 10 raised to minus 12 മീറ്റർ. ഇതെല്ലാം നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതും. എക്സാം ടൈമാണ്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.